എൻട്രി ആപ്പിന്റെ സ്പോക്കൺ ഇംഗ്ലീഷ് മലയാളം എന്ന യൂട്യൂബ് ചാനലിന്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകൾ, അതും തെറ്റായി ഉച്ചരിക്കുന്ന വാക്കുകളുടെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഉച്ചാരണം. നിങ്ങൾക്കറിയാമല്ലോ, കേരളത്തിലെ എല്ലാ ജില്ലകളിലും മലയാളം സംസാരിക്കുന്നത് ഒരുപോലെയല്ല. ഓരോ ജില്ലക്കാർക്കും വ്യത്യസ്തമായ ശൈലികളുണ്ട്. ഒരു ഭാഷയുടെ വ്യത്യസ്തമായ ഈ വകഭേദങ്ങളെയാണ് ഇംഗ്ലീഷിൽ ഡയലക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇത് എല്ലാ ഭാഷകൾക്കുമുണ്ട്. എന്നാൽ ഓരോ ഭാഷകൾക്കും ഒരു സ്റ്റാൻഡേർഡ് പ്രൊനൗൺസിയേഷനും ഉണ്ട്. അത് ഏതെങ്കിലും ഒരു റീജിയനിൽ സംസാരിക്കുന്ന ഡയലക്റ്റ് ആണ് ഈ സ്റ്റാൻഡേർഡ് പ്രൊനൗൺസിയേഷൻ ആയിട്ട് വരുന്നത്. കേരളത്തിൽ 2-3 ജില്ലകളിൽ സംസാരിക്കുന്ന മലയാളമാണ് കറക്റ്റ് മലയാളം അല്ലെങ്കിൽ പ്രൊനൗൺസിയേഷൻ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഇംഗ്ലണ്ടിൽ എല്ലായിടത്തും ഒരുപോലെയല്ല ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. ഓരോ റീജിയണിലെയും ഇംഗ്ലീഷ് വ്യത്യസ്തമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ലോകത്തിലെ എല്ലാ ഏരിയകളിലും ഇംഗ്ലീഷ് ഒരുപോലെയല്ല സംസാരിക്കുന്നത്. വളരെ വ്യത്യസ്തതയാർന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ്. എന്നാൽ ഇംഗ്ലണ്ടിലെ ഒരു റീജിയനിൽ സംസാരിക്കുന്ന ഭാഷയെ അവർ സ്റ്റാൻഡേർഡ് പ്രൊനൗൺസിയേഷനായി എടുത്തിരിക്കുന്നു. അതാണ് നമ്മൾ ഉച്ചാരണം എന്നും പറഞ്ഞ് പഠിക്കുന്നത്. ഡാനിയൽ ജോൺസിന്റെ ഡിക്ഷണറി എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഈ പ്രൊനൗൺസിയേഷനെ അവർ വിളിക്കുന്നത് RP അല്ലെങ്കിൽ റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ എന്നാണ്. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന നിസ്സാരമായിട്ടുള്ള കുറച്ച് ഇംഗ്ലീഷ് വാക്കുകൾ പക്ഷെ തെറ്റായിട്ടാണ് ഉച്ചരിക്കുന്നത്. അതിന്റെ കറക്റ്റ് ഉച്ചാരണം ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഈ ക്ലാസ് കഴിയുമ്പോൾ ഈ 20 വാക്കിന്റെ ഉച്ചാരണം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും തുടർന്നുള്ള നിങ്ങളുടെ ഇംഗ്ലീഷിൽ നിങ്ങൾ ഇത് ഉപയോഗിക്കുകയും ചെയ്യുക. ഒന്നാമത്തെ വാക്ക് കോളേജ്. നമ്മൾ ഉച്ചരിക്കുന്നത് ഇങ്ങനെയാണ്, കോളേജ്. അതിന്റെ കൃത്യമായ ഉച്ചാരണം പഠിച്ചു വെച്ചോളണം, കോളേജ്. എന്താണ് കോളേജ്? രണ്ടാമത്തെ വാക്ക് നോളജ്. നമ്മൾ ഇങ്ങനെയാണ് ഉച്ചരിക്കുന്നത്. അത് നോളജ് അല്ല, നോളജ്. എന്താണ് നോളജ്? മൂന്നാമത്തെ വാക്ക് ബക്കറ്റ്. നമ്മൾ ഉച്ചരിക്കുന്നത് ബക്കറ്റ് എന്നാണ്. തെറ്റാണ്. ഉച്ചാരണം ബക്കറ്റ്. അടുത്ത വാക്ക് ബിയർ എന്ന് നമ്മൾ ഉച്ചരിക്കും. കരടി എന്ന് പറയുന്ന വാക്ക് ബിയർ. തെറ്റാണ്. R at the end of an English word is not sounded. ഒരു വാക്കിന്റെ അവസാനം R വന്നാൽ ഇംഗ്ലീഷിൽ അത് ഉച്ചരിക്കരുത് എന്നൊരു റൂളുണ്ട്. അതുകൊണ്ട് തന്നെ അത് ബിയർ അല്ല, പഠിച്ചു വെച്ചോളണം, ബെയർ എന്നാണ്. അടുത്ത വാക്ക് കലണ്ടർ. അത് കലണ്ടർ അല്ല, കാലിൻഡർ എന്നാണ്. എന്താണ് കാലിൻഡർ? ഇനി അങ്ങനെ ഉച്ചരിക്കുക. ഏറ്റവും കൂടുതൽ തെറ്റായിട്ട് ഉപയോഗിച്ച് കാണുന്ന ഒരു വാക്കാണ് അബോളിഷൻ. അത് അബോളിഷൻ അല്ല, അത് എബലിഷൻ എന്നാണ്. നമ്മൾ പറയാറുണ്ട്, ഇപ്പോൾ പോലീസ് വരും. പോലീസ് എന്ന് പറയുന്ന വാക്ക് തെറ്റാണ്. കൃത്യമായ ഉച്ചാരണം പെലീസ്. എന്താണ് പെലീസ്? അടുത്ത വാക്ക് ബഡ്ജറ്റ്. ബഡ്ജറ്റ് എന്ന് ഉപയോഗിക്കരുത്. അത് കറക്റ്റ് വാക്ക് ബജറ്റ് എന്നാണ്. എന്താണ് ബജറ്റ്? നമ്മൾ എപ്പോഴും തെറ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാ ബറി. അത് ബറി അല്ല, ബറി ആണ്. എക്സാമിനേഷൻ. നമ്മൾ തെറ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എക്സാമിനേഷൻ. അതിന്റെ കറക്റ്റ് ഉച്ചാരണം എക്സാമിനേഷൻ. എന്താണ് എക്സാമിനേഷൻ? അടുത്ത വാക്ക് അക്കൗണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ തെറ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉച്ചാരണമാണ് അക്കൗണ്ട്. തെറ്റ്. ശരി എന്താണെന്ന് അറിയാമോ? അക്കൗണ്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു വാക്കാണ് അടുത്തത് ഹലോ. ഹലോ എന്നല്ല അത് ഉച്ചരിക്കേണ്ടത്. അത് ഉച്ചരിക്കേണ്ടത് ഹെലോ എന്നാണ്. എന്താണ് ഹെലോ? മാരിയേജ് എന്നൊരു വാക്കുണ്ട്, മാരിയേജ്. നമ്മൾ എല്ലാവരും ഉച്ചരിക്കുന്നത് ഇങ്ങനെയാണ്, പക്ഷെ അതിന്റെ കറക്റ്റ് ഉച്ചാരണം മാരേജ്. എന്താണ് മാരേജ്? ഫുഡ് എന്ന് പറയുന്ന വാക്ക് പലരും തെറ്റായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. കറക്റ്റ് ഉച്ചാരണം ഫുഡ്. ബയോഡേറ്റ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് റെസ്യൂം. എല്ലാവരും ഉച്ചരിക്കുന്നത് റെസ്യൂം എന്നാണ്. എന്നാൽ അത് റെസ്യൂം അല്ല, മറിച്ച് റെസ്യൂമേ. അടുത്ത വാക്ക് ഗ്യാരേജ്. ജനതാ ഗ്യാരേജ് എന്നൊരു സിനിമാ പേര് തന്നെയുണ്ട്. ഉച്ചാരണം തെറ്റാണ്. അത് ഗറാഷ് എന്നാണ്. എങ്ങനെയാണ് ഉച്ചരിക്കുന്നത്? അതിന്റെ ഉച്ചാരണം പലർക്കും അറിയില്ല. അത് ഗ്യാരേജ് എന്നല്ല, മറിച്ച് ഗറാഷ് എന്നാണ് ഉച്ചരിക്കേണ്ടത്. അടുത്ത വാക്ക് സബ്റ്റിൽ. ബി വരുമ്പോൾ എല്ലാവരും അതിനെ ഉച്ചരിച്ചാണ് പറയാറുള്ളത്, സബ്റ്റിൽ. പക്ഷെ അത് സബ്റ്റിൽ അല്ല, മറിച്ച് സറ്റിൽ എന്നാണ് ഉച്ചരിക്കേണ്ടത്. എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്? സറ്റിൽ എന്നാണ് ഉച്ചരിക്കേണ്ടത്. യുവർ സെൽഫ്. നമ്മൾ എല്ലാവരും ഉച്ചരിക്കുന്നത് യുവർ സെൽഫ്. അത് യുവർ സെൽഫ് അല്ല, അത് യുവർ സെൽഫ് ആണ്. എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്?
yourself. അടുത്ത വാക്ക് നമ്മൾ എല്ലാവരും തെറ്റായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് സ്പോഞ്ച്. സ്പോഞ്ച് എന്ന് പറയുന്ന വാക്കിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉച്ചാരണം സ്പോഞ്ച് എന്നല്ല, മറിച്ച് സ്പഞ്ച് എന്നാണ്. അവസാന വാക്ക് ഡെവലപ്പ്. നമ്മൾ ഉപയോഗിക്കുന്നത് ഡെവലപ്പ് എന്നാണ്. ഡെവലപ്പ് എന്ന് ഉപയോഗിക്കുന്ന വാക്കിന്റെ കറക്റ്റായ ഉച്ചാരണം ഡെവലപ്പ് എന്നാണ്. എങ്ങനെയാണ് ഉച്ചരിക്കുന്നത്? ഡെവലപ്പ്. ഒരു വാക്കും കൂടെ പഠിപ്പിക്കാം, എന്നിട്ട് ക്ലാസ് അവസാനിപ്പിക്കാം. വാക്ക് വെഹിക്കിൾ. വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് വരെയാണ് നമ്മൾ പറയാറുള്ളത്. തെറ്റ്. അത് വെഹിക്കിൾ അല്ല, പഠിച്ചു വെച്ചോളണം. അത് വിയക്കിൾ ആണ്. എന്താണ് വിയക്കിൾ? 20 വാക്കെന്ന് പറഞ്ഞു, 21 വാക്ക് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. ഈ വാക്കുകൾ ഇനി നിങ്ങളുടെ നിത്യ ഉപയോഗ സമയത്ത് നിങ്ങൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ട് വരുമ്പോൾ കറക്റ്റായിട്ട് ഉച്ചരിച്ച് ശീലിക്കുക. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നതിനോടൊപ്പം ഇതിന്റെ ഉച്ചാരണവും കുറച്ച് വാക്കുകളുടെ ഉച്ചാരണവും പഠിച്ചു പോയാൽ നമ്മൾ പഠിച്ചു കഴിയുമ്പോഴേക്കും നമ്മുടെ ഉച്ചാരണവും പെർഫെക്റ്റ് ആവുന്നതായിരിക്കും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഉച്ചാരണം. ഇതിനോടൊപ്പം ആഴ്ചയിൽ തരുന്ന 4 ക്ലാസ്സുകളിൽ ഒരു ക്ലാസ് ഉച്ചാരണം, ഈ വാക്കുകൾ എങ്ങനെ ഉച്ചരിക്കും എന്നുള്ളതായിരിക്കും. ഈ 21 വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇത് നിങ്ങൾ തെറ്റില്ലാതെ ഉപയോഗിക്കും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, മറ്റുള്ളവരിലേക്ക് ഈ ചാനൽ എത്തിക്കുക. അടുത്ത ഒരു സൂപ്പർ ക്ലാസ്സുമായിട്ട് എത്തുന്നവരെ തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു. താങ്ക് യു. ബൈ ഫ്രം രഞ്ജിത്ത് ആർ കെ തഴവ.